ഉപദേശിക്കുന്നു, അങ്ങനെ ചെയ്യരുത്, ചിലയിടത്തൊക്കെ നിർദ്ദേശങ്ങൾ വെക്കുന്നു. അപ്പൊ മനുഷ്യൻ നിയമമുണ്ടാക്കിയത് ഈ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്, അല്ലെ? എന്തിനാ മനുഷ്യൻ നിയമം ഉണ്ടാക്കിയത്? ഈ പ്രകൃതിയിൽ ജീവിക്കാൻ ഉതകത്തക്ക രീതിയിൽ നമ്മെ പരുവപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടേതായ നിയമം ഉണ്ടാക്കിയത്. അപ്പൊ ഈ നമ്മുടേതായ നിയമങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മനുഷ്യൻ തെറ്റിക്കും. എപ്പോഴാണെന്നറിയാവോ? എപ്പോഴാണ്? നമ്മുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിച്ചാൽ, അല്ലെ? സ്വാധീന ശക്തിക്ക് ബാഹ്യമായ ഘടകം ഏതാണ്? പണം, അല്ലെ? പദവി. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ബാഹ്യശക്തി വർദ്ധിക്കും, സ്വാധീന ശക്തി വർദ്ധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടേതായ താല്പര്യങ്ങളെ നിയമങ്ങളാക്കി എല്ലാവരെ കൊണ്ടും സ്ഥാപിപ്പിക്കാനായിട്ട് ശ്രമിക്കും, അല്ലെ? അങ്ങനെ പറ്റുമ്പോൾ എന്താ സംഭവിക്കുക? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സാധനം പൊളിഞ്ഞു പോകും. ഇപ്പോ പാരിസ്ഥിതിക ശാസ്ത്രജ്ഞന്മാർ പറയും, ഈ ലോകത്തെ മുഴുവനും കുന്നുകൾ എത്ര എണ്ണം ഉണ്ടോ അത് എണ്ണി അടിച്ചിട്ട് മുഴുവനും ഗർത്തങ്ങളും കുളങ്ങളും എത്രയുണ്ടോ എന്ന് എണ്ണി നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും എന്ന് പറയും. എത്ര കുന്നുണ്ടോ അത്രയും കുളമുണ്ട്, കുഴിയുണ്ട്. ഇട്ട് ഫില്ല് ചെയ്താൽ എന്താണ്? കറക്റ്റാണ്. ചിലയിടങ്ങളിൽ കുന്ന് അധികം, ചിലയിടങ്ങളിൽ കുഴികൾ അധികം. ഇതെന്ത് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നേ? ഇത് നമ്മളായിട്ട് ആൾട്ടർ ചെയ്യാൻ പാടില്ല. അഥവാ ചെയ്താലും ഒരു പരിധി വിട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഈ ഇക്വിലിബ്രിയം പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് വെസ്റ്റേൺ ഗട്ട്സ് സംരക്ഷിക്കണം, അല്ലെ? പശ്ചിമഘട്ടം സംരക്ഷിക്കണം. പശ്ചിമഘട്ടം സംരക്ഷിക്കണം എന്നുള്ള വാക്ക് തെറ്റിച്ചപ്പോൾ എന്ത് പറ്റി? അവിടെയൊക്കെ നമ്മൾ കടന്നു കയറി കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നു കയറി വീട് വെച്ചു, എസ്റ്റേറ്റ് ഉണ്ടാക്കി, അല്ലെ? അവിടുത്തെ നിലവിലുള്ള രീതി മാറ്റിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മൊത്തത്തിലുള്ള നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിച്ചു അത്. ഈ ഇക്വിലിബ്രിയം പ്രകൃതിയുടെ നിയമത്തിന്റെ അടിസ്ഥാനമാക്കി വിന്യസിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സേഫ് ആയിരിക്കും. ഇപ്പൊ പാശ്ചാത്യ നാട്ടിലൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ബോധ്യം അതിൽ വന്നിട്ടുണ്ട്. അവരൊരു മരം മുറിക്കാതെ എങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കാമെന്ന് നോക്കും. മനസ്സിലായില്ലേ? ഒരു വീട് ആ മരത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വീട് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കും. അതിനുകൂടി ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് ചെയ്യും. അപ്പൊ ശാസ്ത്രം ആ രീതിയിലാണ് അവരൊക്കെ അവിടെ വിനിയോഗിക്കുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടായതാണ്, അല്ലെ? നമ്മുടെ ബുദ്ധി പ്രവർത്തിപ്പിക്കുമ്പോൾ ഗുരു പറഞ്ഞ ഒറ്റ ഉപദേശമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അപ്പൊ നമ്മളൊരു വീട് വെച്ചാൽ അവിടെ നിൽക്കുന്ന ഒരു മരത്തിന്റെ എക്സിസ്റ്റൻസ്